ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. 27 നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചത്തെ ഫലം, അതായത് 2024 ജൂൺ മാസം 30 മുതൽ ജൂലൈ മാസം 6 വരെയുള്ള ഒരു ആഴ്ച. 1199 മിഥുന മാസം 16 മുതൽ 22 വരെ ആണ് ഈ ആഴ്ച ഉള്ളത്. ഒരു ആഴ്ചത്തെ ഫലം പറയുമ്പോൾ ഒരുപാട് വിസ്തൃതമായിട്ട് പറയുവാൻ അധികമൊന്നും ഇല്ല. പ്രത്യേകിച്ച് തൊഴിൽ കാര്യവും വിദ്യാഭ്യാസ കാര്യവും പ്രധാന കാര്യങ്ങളും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെയാണ് വിചിന്തനം ചെയ്യുക. അതിൽ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. അതുപോലെ തന്നെ സാമ്പത്തിക മേന്മയുള്ള ഒരു ആഴ്ചയാണ്. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. എഴുത്ത് പരീക്ഷയിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുവാനുള്ള ഭാഗ്യവും ദൈവാധീനവും ഉണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ആഴ്ചയാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ഈ ആഴ്ച ദൈവാധീനമുണ്ട്. വ്യാഴം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതിനാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പെടുന്നതിനോ ടെസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരിക, അത് കഴിവിനനുസരിച്ച് മെറിറ്റ് കിട്ടാതിരിക്കുക, അതിനൊക്കെ ഒരു സൂചനയുള്ളതിനാൽ അധിക പ്രയത്നവും ശ്രദ്ധയും ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ ചില തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുവാൻ സൂചനയുണ്ട്. സുഹൃത്തുക്കളും മറ്റുമൊക്കെ സഹായത്തിനുണ്ടാകുകയും ചെയ്യും. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ ആഴ്ച ദൈവാധീനം കുറഞ്ഞിരിക്കും. എങ്കിലും ഭാഗ്യാധിപൻ്റെ ധനസ്ഥാന സ്ഥിതി കൊണ്ടൊക്കെ ധനപരമായ നേട്ടങ്ങളുണ്ടാവും. തൊഴിൽ പുരോഗതികൾ വന്നു ചെയ്യും. സ്വന്തം നാട് വിട്ടു പോകുവാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പേപ്പറുകളൊക്കെ വരാൻ കാത്തിരിക്കുന്നവർക്ക് അതിൻ്റെ പേപ്പറുകൾ കിട്ടുന്നതിനുള്ള യോഗമുണ്ട്. ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ ഒരു ജോലി പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതിനും ഒരു യോഗമുള്ള ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും പൊതുവെ സന്തോഷകരമായി ദേഷ്യം ഒഴിവാക്കുകയും വേണം. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4 പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ല ഒരു ആഴ്ചയാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന അല്ലെങ്കിൽ ഈ ആഴ്ച സാധിക്കേണ്ട കാര്യങ്ങളൊക്കെ മേലധികാരികളിൽ നിന്നായാലും കീഴ്ജീവനക്കാരിൽ നിന്നായാലും സുഹൃത്തുക്കളിൽ നിന്നായാലും ലഭിക്കുവാൻ യോഗമുണ്ട്. ധനമായാലും മറ്റ് രീതിയിലുള്ള കാര്യങ്ങളുടെ ഇടപെടലുകളിൽ വാക്ക് പാലിക്കുവാനായിട്ട് സാധിക്കും. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും നല്ല ആഴ്ച. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങളും വന്നിച്ചു. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം.
ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ച്. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ചില ക്ലേശങ്ങളും സൂചകമാണ്. സഹപ്രവർത്തകരുമായിട്ട് പരമാവധി സഹകരിച്ചു പോകുവാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. ധനാഗമന യോഗവും ഉണ്ട്. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. ശ്രേയസ്സിനും യശസ്സിനും ഹാനികരമായ രീതിയിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നുപെടുന്നതിന് സൂചനയുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. വന്ന് ചേരേണ്ട ധനം ഏതെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടു പോകാതെയും ശ്രദ്ധിക്കുക. കുടുംബപരമായിട്ട് പൊതുവെ നല്ല ആഴ്ച. തൊഴിൽപരമായ വിജയങ്ങളും വന്നിട്ടുണ്ട്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. അവർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. രാശ്യാധിപൻ ജലരാശിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജലസംബന്ധമായ അസുഖങ്ങളോ ജലജന്യ രോഗങ്ങളോ അധികം തണുപ്പൊക്കെ അടിക്കാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രായമായ ഒരു കൊച്ചുകുട്ടികൾ. വിദ്യാർത്ഥികൾക്ക് അലസത വന്നു വിടുന്നതിന് സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായി. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ നല്ല ഒരു ദൈവാധീനം ആ കാര്യത്തിലൊക്കെ വന്നിച്ചു. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാധീനമുള്ള ആഴ്ച. രാശ്യാധിപൻ 6-ാമിടത്ത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഈ സമയം ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പണം കൊടുക്കാൻ വാക്ക് കൊടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കടം വാങ്ങുന്നവരും വളരെ ശ്രദ്ധിക്കുക. തൊഴിൽപരമായ വിജയങ്ങൾ വന്നിച്ചേരും. അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. അതുപോലെ തന്നെ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു വിടുന്നതിനും സൂചനയും. ധനുരാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. സർവേശ്വരകാരകനായ വ്യാഴം, അത് രാശ്യാധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായ വ്യാഴം അനിഷ്ടത്തിൽ നിൽക്കുമ്പോൾ വീട് അല്ലെങ്കിൽ വാഹനം ഒക്കെ സംബന്ധമായിട്ട് നിയമപരമായ ചില പ്രശ്നങ്ങൾ ആരംഭിക്കാതെ വളരെ ശ്രദ്ധിക്കുക. കൂടാതെ മാതാവിന് വാഹനത്തിന് ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സൂചനയുള്ളതിനാൽ ആ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും സഹായത്തിനുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ച്. ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായി. തൊഴിൽ വിജയങ്ങളും വന്നിച്ച്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് ദൈവാധീനമുള്ള ആഴ്ചയാണ്. ധനപരമായ ആഗമന യോഗം ഉണ്ട്. അതുപോലെ ആരോഗ്യം തൃപ്തികരമായി. ഭൂമി വാങ്ങണം എന്നാഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത
ധനാഗമന യോഗമോ സഹായമോ ഒക്കെ ലഭിച്ച് അത് ആഗ്രഹം സാധിക്കുന്നതിനുള്ള യോഗം. യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെയുള്ള യോഗമുണ്ട് ഈ ആഴ്ച. തൊഴിൽ വിജയങ്ങളും വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ട്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, നാലാം പാദ, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം, അവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനം കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ തൊഴിൽ വിജയങ്ങൾ ചില തടസ്സങ്ങൾ മൂലം, തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. അതായത് തൻ്റെ തന്നെ ദുർബുദ്ധി മൂലം അപ്രതീക്ഷിതമായ ധനവ്യയം ഉണ്ടാകുന്നതിന് സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദരസ്ഥാനീയർ മുഖാന്തരമോ ഒക്കെ, അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ദേഷ്യം വർദ്ധിക്കുന്നതിനും ഒക്കെ യോഗം സൂചനയുണ്ട്. അത് തൊഴിൽ നഷ്ടപ്പെടാതെ വളരെ ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവോണവും, കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്കും ഈ ആഴ്ച ദൈവാധീനമുള്ള ആഴ്ചയാണ്. അതായത് 4-ാം ഇടത്ത് വ്യാഴം സ്ഥിതി ചെയ്യും. വാഹന സംബന്ധമായിട്ടും കുടുംബപരമായിട്ടും മാതാപിതാക്കൾക്കുമൊക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ചേരും. ധനപരമായ വിജയങ്ങളും വന്നിച്ചേരും. അധിക ചെലവുകളുണ്ടാകാം. പ്രത്യേകിച്ച് സാഹസികത പാടില്ല. വിക്രമസ്ഥാനത്ത് ആഗ്നേയഗ്രഹമായ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. തൊഴിൽപരമായ വിജയങ്ങളും വന്നിച്ചേരും. ധനാഗമന യോഗവും ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഉയർച്ചയ്ക്കായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും, അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ നടത്തുന്നതും, നാഗരാജാപ്രീതികരമായ കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ദേഷ്യമൊക്കെ നിയന്ത്രിക്കുന്നതിനും നല്ല രീതിയിൽ പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.